വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. അഷ്ടമസ്കന്ധത്തിൽ മന്വന്തരങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരിക. 7 മന്വന്തരങ്ങളെക്കുറിച്ച് അഷ്ടമസ്കന്ധത്തിൽ പറഞ്ഞു. പിന്നീട് 7 മന്വന്തരങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ദേവി ഭാഗവതത്തിലേക്ക് പോകണം. സ്വയംഭുവൻ, സ്വാരോച്ചിഷൻ, ഉത്തമൻ, താമസൻ, വൈവസ്വതൻ, അതുപോലെ രൈവതൻ, ചാക്ഷുഷൻ, വൈവസ്വതൻ, ഇങ്ങനെ 7 മനുക്കളുടെ കാലം. ഒരു മനുവിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ 71 ചതുർഗം. ഒരു ചതുർഗം എന്ന് പറഞ്ഞാലോ 10,000 ദിവ്യവർഷം. അതായത് നമുക്ക് ഒരു വർഷമാകുമ്പോൾ ദേവന്മാർക്ക് ഒരു ദിവസമാകും. അപ്പോൾ ഭഗവാന് കഴിഞ്ഞ വർഷം സപ്താഹം നടന്നു, ഇത്തവണയാണെന്ന് നമ്മൾ പറയും. നമുക്ക് ഒരു വർഷമായപ്പോഴാണ് സപ്താഹം, ഭഗവാൻ ഒരു ദിവസമായിരുന്നു എന്നർത്ഥം. അപ്പം നമുക്ക് ഒരു വർഷമാകുമ്പോൾ ഭഗവാന് ഒരു ദിവസം. അങ്ങനെ ദേവന്മാരുടെ 365 ദിവസം കൂടുമ്പോൾ ഒരു വർഷം. അങ്ങനെ ദേവന്മാരുടെ 1200 വർഷം കലിയുഗം, 2400 ദിവ്യവർഷം ഒരു ദ്വാപരയുഗം, 3600 ദിവ്യവർഷം ഒരു ത്രേതായുഗം, 4800 ദിവ്യവർഷം കൂടുമ്പോൾ ഒരു കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം. ഇങ്ങനെ 4 യുഗങ്ങൾ കൂടുമ്പോൾ 12,000 ദിവ്യവർഷം. അങ്ങനെ 71 ചതുർഗങ്ങൾ കൂടുമ്പോൾ ഒരു മനുവിൻ്റെ കാലം. അങ്ങനെ 14 മനുക്കളാണ് ഈ പ്രപഞ്ചത്തിനെ ഭരിക്കുക. അങ്ങനെ 14 മനുക്കളുടെ കാലം കഴിയുമ്പോൾ 1000 ചതുർഗങ്ങൾ. അപ്പോൾ ബ്രഹ്മാവിന് ഒരു പകലാവുന്നതാണ്. പിന്നെ അത്രയും ബ്രഹ്മാവിന് ഒരു രാത്രി. അങ്ങനെ ആ ബ്രഹ്മദേവന് ഇപ്പം 51 വയസ്സാവുന്നതെന്നൊരു കണക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളൊക്കെ. ആ 51 വയസ്സ് ബ്രഹ്മാവിന് 100 വയസ്സ് പ്രായമാകുമ്പോൾ ഈ അകത്തിരിക്കുന്ന കണ്ണനെന്തെയും പതുക്കുന്ന കണ്ണടച്ച് വെക്കുന്നതാണ്. നമ്മളൊന്ന് കണ്ണ് ചെമ്മുമ്പോഴേക്കും ബ്രഹ്മാവ് അടുത്ത ആൾ ജനിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ എന്താണത് പറയണതെന്ന് വെച്ചാൽ നമ്മുടെ നിസ്സാരതയും ഈശ്വരൻ്റെ വലിപ്പവും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ മനുവിൻ്റെ കാലത്തും ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. സ്വയംഭുവൻ, സ്വാരോച്ചിഷൻ, ഉത്തമൻ, താമസൻ, രൈവതൻ, ചാക്ഷുഷൻ, വൈവസ്വതൻ. ഇങ്ങനെ ഓരോ കാലത്തും ഭഗവാൻ ഓരോ തരത്തിൽ അംശാവതാരം ചെയ്തുകൊണ്ട് എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി വരണോ ആ സമയത്തെല്ലാം ധർമ്മത്തിനെ പുനഃസ്ഥാപിച്ച് അധർമ്മത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഭഗവാൻ അവതരിക്കണമെന്ന് പറയാം. ഓരോ അവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് 4ാമത്തെ മന്വന്തരം, അതാണ് താമസ മന്വന്തരം. അതിലാണ് ഹരിയായിട്ട് അവതരിച്ചുകൊണ്ട് ഭഗവാൻ ഗജേന്ദ്രനെ രക്ഷിക്കേണ്ടായത് എന്ന് പറഞ്ഞു. പിന്നീട് 5ാമത്തെ മന്വന്തരമാണ് രൈവത മന്വന്തരം. അതിൽ ഭഗവാൻ വൈകുണ്ഠൻ എന്ന പേരിൽ അവതരിച്ചു. 6ാമത്തെ മന്വന്തരമാണ് ചാക്ഷുഷ മന്വന്തരം. അതിലാണ് ഭഗവാൻ അജിതൻ എന്ന പേരിൽ അവതരിച്ചുകൊണ്ട് പാലാഴി കടഞ്ഞു അമൃതദേവന്മാർക്ക് എടുത്തു കൊടുത്തു. അങ്ങനെ വളരെ ചുരുക്കിയിട്ട് 2 ശ്ലോകം കൊണ്ടാണ് പറയാം. എന്തിനാ അതൊക്കെ പറയണമെന്നറിയോ? വിസ്തരിച്ച് ആദ്യം തന്നെ പറയായിരുന്നില്ലേ? അങ്ങനെ പറയരുതെന്നാണ്. ഭാഗവതം കേൾക്കാൻ മോഹമുള്ളവരുടെ മുമ്പിൽ എന്ത് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ? ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കാവുള്ളൂ. അല്ലാണ്ട് റോഡിലൊക്കെ അങ്ങോട്ട് വരൂ, ഞാൻ കുറച്ച് പറഞ്ഞു തരാം, അങ്ങനെ പറയരുതെന്നാണ്. അതുകൊണ്ട് തന്നെ അത്രയും ശ്രദ്ധാലുക്കൾക്ക് മാത്രമേ ഭഗവാന്റെ ദിവ്യമായിരിക്കുന്ന കഥകൾ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. പരീക്ഷത്തിന് കേൾക്കാൻ താല്പര്യമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ആ കഥ വിസ്തരിച്ച് പറയുക. എത്രമാത്രം അദ്ദേഹം അത് കേൾക്കാൻ മോഹിക്കുന്നുണ്ടോ അതേപോലെ വിസ്തരിച്ച് പറയും. ചിലത്തൊക്കെ അദ്ദേഹം തിരക്കില്ല കേട്ടാൽ കുഴപ്പമില്ല എന്ന് പറയുന്നിടത്ത് 2 അധ്യായം കൊണ്ട്, ചിലപ്പോൾ ഏതാനും ശ്ലോകങ്ങളെ കൊണ്ട്, ഒരധ്യായം കൊണ്ടൊക്കെയാണ് ഓരോന്ന് പറയുക. ഇവിടെ 5-6 അധ്യായങ്ങളിലായിട്ട് നമുക്കിതാ ആ കഥകളെ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്തിനാണ് ഭഗവാൻ പാലാഴി കടയുണ്ടായത്? പണ്ട് ദേവന്മാരൊക്കെ ഒരു ദേവനായി നമ്മൾ തീരണമെങ്കിൽ എത്രയോ കഷ്ടപ്പാട് വേണമെന്നറിയോ? ഒരു മനുഷ്യൻ തന്നെയാണ് ദേവനായിട്ട് തീരുക. അല്ലാണ്ട് ദേവൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരാളല്ല എന്നർത്ഥം. നമ്മുടെയൊക്കെ ധാരണ അതാണ്. ദേവന്മാരെ എവിടെയാണ്ടൊക്കെ മുകളിൽ കയറിയിരിക്കണമെന്നൊക്കെ അല്ലേ? അതൊന്നല്ല കേട്ടോ. നമ്മൾ തന്നെയാണ് ദേവനാവുക. ജനിക്കുമ്പോൾ നമ്മുടെ പേരെന്താണെന്നറിയോ? ജന്തു എന്നാണ് ഭാഗവതം വിളിക്കുക നമ്മളെയൊക്കെ. ജന്തു ഇപ്പോൾ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അടി കൊടുക്കും നമ്മളല്ലേ. അപ്പോൾ നമ്മളെ വിളിക്കുന്ന പേര് ജന്തു എന്നാണ്. ജന്തു എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള വാസന എന്താണ്? മൃഗത്വ വാസന എന്ന് പേര് പറയും. മൃഗങ്ങളെ പോലെ ഒരു സ്വഭാവമാണ് നമുക്ക്. ആ മൃഗത്വം നമ്മൾ കളയണം. നമ്മൾ പ്രായം കൂടി വരുന്നതോറും മൃഗത്വം കളഞ്ഞ് നമ്മൾ ആരാവണം? മനുഷ്യ
മനുഷ്യനായിത്തീരണം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല മനുഷ്യയാവുക, വേണ്ട മാതിരി വീണ്ടും വിചാരം ചെയ്യാൻ കഴിവുണ്ടാവുക, അല്ലേ? നല്ലതിനെ അറിയാൻ നമുക്ക് സാധിക്കണം, വേണ്ട മാതിരി ബുദ്ധി ഉപയോഗിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ എന്താവുക? മനുഷ്യനാവുക. ശ്രീനാരായണ ഗുരുദേവൻ പറയും, മനുഷ്യയാണ് മനുഷ്യത്വം ജാതി എന്ന് പറയും. എന്താണ് ജാതി എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ, മനുഷ്യത്വമുണ്ടോ അതാണ് ഏറ്റവും നല്ല ജാതി, മനുഷ്യത്വം ഇല്ലാത്തവൻ എവിടെ പറഞ്ഞിട്ട് എന്ത് പ്രയോജനം എന്നാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് മനുഷ്യത്വം ഉണ്ടാവണമെന്ന് അദ്ദേഹം ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ മനുഷ്യനായിത്തീരാം. മനുഷ്യനായാൽ പോരാ, പിന്നെ എന്ത് വേണം? മാനവനായിത്തീരണം. മാനവൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ബഹുമാനിക്കുന്ന തരത്തിലേക്ക്, മാനിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ഉയരണം, അല്ലേ? അതെങ്ങനെ വരും? വെറുതെ ഉയരാൻ പറ്റില്ല. പൈസ കൊണ്ടല്ല നമ്മൾ ഉയരുക, പിന്നെയോ നമ്മുടെ സംസ്കാരത്തിനെ കൊണ്ട്, നമ്മുടെ വാക്കിനെ കൊണ്ട്, നമ്മുടെ പ്രവൃത്തിയെ കൊണ്ട്, നമ്മുടെ സ്വഭാവത്തിനെ കൊണ്ട്, നമ്മുടെ ജീവിതത്തിനെ കൊണ്ട്, അല്ലേ? അതുകൊണ്ടൊക്കെ മറ്റുള്ളവരാൽ നമ്മൾ ആദരിക്കപ്പെടുന്ന തരത്തിലേക്ക് ആ മാനവനായിട്ട് തീരണം. മാനവനായാലും പോരാ, അതിനേക്കാൾ ഉയർന്ന ഭാവമാണ് ദേവൻ. ദേവൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം പ്രകാശിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുത്തു കൊടുക്കുക. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ അമൃതാനന്ദമയി ദേവി എന്നൊക്കെ നമ്മൾ വിളിക്കണില്ലേ? ഇവരൊക്കെ ദേവനും ദേവിയായിട്ട് വിളിക്കാൻ എന്തേ കാരണം? അവർ സ്വയം താൻ ആരാണെന്ന് അറിഞ്ഞ് അവർ ഉയർന്നു, അല്ലേ? അങ്ങനെ ഉയരു മാത്രമല്ല, അവരെന്ത് ചെയ്യുന്നു? മറ്റുള്ളവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നു. മറ്റുള്ളവരെ കൂടി താഴ്ന്നു കിടക്കുന്ന മനസ്സിനെയെല്ലാം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അവരുടെ പേരാണ് ദേവൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഭാവത്തിലേക്ക് ഉയരണം. അപ്പോൾ എത്ര കഷ്ടപ്പെട്ടാലാണ് നമുക്ക് എന്താവാൻ പറ്റുക? ദേവൻ എന്ന ഭാവമാവുക. ഭാഗവതം പറഞ്ഞു, ദേവനായാലും പോരാ, പിന്നെ എന്ത് വേണം? ഈശ്വരഭാവത്തിലേക്ക് ഉയരണം, അല്ലേ? ഇപ്പം നമ്മളെവിടെ കിടക്കണമെന്ന് ആലോചിച്ചോളൂ. നമ്മൾ ചെറുക്കുണ്ടി കിടക്കുക, ഒരടി മേപ്പോട്ടേക്ക് നമ്മൾ ഉയർന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ നമ്മുടെ ദുഃഖങ്ങളൊക്കെ തീരാം. അതുകൊണ്ട് ഭാഗവതം പറഞ്ഞു, ഓരോ പടിയായിട്ട് ഇനി കളയാൻ സമയമില്ല നമുക്ക്. ഓരോ ദിവസവും നമുക്ക്, ഓരോ നിമിഷവും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. രജനി ഓഷോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓഷോ പറയും, ഓരോ മിനിറ്റും പ്ലാറ്റിനം മിനിറ്റ്സാണെന്ന് പറയും. കാരണം അത്രയ്ക്കും വില പിടിച്ചതാണ് അത്ര നമ്മളെ ഓരോ സെക്കൻഡുകളും, ഓരോ നിമിഷവും. എന്നാൽ അദ്ദേഹം ഒരു കഥ പറയാറുണ്ട്. ഒരു മുക്കുവൻ കടലിൽ പോകാനായിട്ട് അതിങ്ങനെ കടൽ തീരത്ത് ചെന്നപ്പോൾ സമയം തെറ്റിപ്പോയി, വളരെ നേരത്തെ പോയി എത്ര. അപ്പോൾ ഇരുട്ട് കൂലി ഇട്ടിട്ട് എങ്ങനെ കടലിലേക്ക് ഇറങ്ങാം? വെളിച്ചം പരക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവിടെ ഇരുന്നു. ആ ഇരുട്ടത്ത് അയാൾ എന്ത് ചെയ്യുമെന്നറിയോ? അടുത്ത് കുറേ കല്ല് കൂടി കിടക്കുന്നതായിട്ട് കണ്ടു അത്ര ഒരു വെളിച്ചത്തിൽ. അതെന്ത് ചെയ്തു? കല്ല് ഏതാന്ന് നോക്കിയില്ല, വെറുതെ ആ കല്ലെടുത്തിങ്ങനെ സമുദ്രത്തിലേക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ എറിഞ്ഞിരുന്നുകൊണ്ടിരുന്നു. സമയം ആവണ്ടേന്ന് വിചാരിച്ച് അങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നു. കുറേ നേരം കഴിഞ്ഞ് പ്രകാശം വന്ന അദ്ദേഹം എറിയാൻ നോക്കി കല്ലിലേക്ക് നോക്കിയപ്പോഴാണ് അതെല്ലാം വിലമതിക്കാനാവാത്ത രത്നക്കല്ലുകളായിരുന്നു അത്ര. അതാണ് ഓരോന്നും കടലിലേക്ക് വലിച്ചെറിഞ്ഞ് ഏതാനും കല്ലുകൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം അപ്പോഴേ ബോധം കെട്ട് വീണു എന്നാണ്. അത്രയും രത്നക്കല്ലുണ്ടായിരുന്നെങ്കിൽ എത്രയോ ജന്മം അദ്ദേഹത്തിന് നന്നായിട്ട് ജീവിക്കായിരുന്നു, അല്ലേ? അതേപോലെയാണ് നമ്മുടെ ഓരോ നിമിഷവും. ഇപ്പോൾ ഇതാ 12 മണിയായി. ഇനി 12 മണി നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാതെ കണ്ട് ആ കാലമാകുന്ന സമുദ്രത്തിലേക്ക് നമ്മൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞില്ലേ? എത്രയോ സമയം നമ്മൾ വേണ്ടാത്തത് ആലോചിച്ചും വേണ്ടാത്തത് ചെയ്തും, അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഭാഗവതം നമ്മളോട് പറഞ്ഞു, ഓരോ നിമിഷവും ഓരോ മിനിറ്റും നമുക്ക് അത്രയും വിലപ്പെട്ടതാണ്. അതിനെ വെറുതെ കളയാൻ പാടില്ല എന്നാണ്. എന്തെങ്കിലും ഉപകാരത്തിൽ പെടുത്തിയില്ലെങ്കിൽ എന്തുണ്ടാവണോ? പിന്നെ നമുക്ക് ദുഃഖിക്കേണ്ടി വരും, അല്ലേ? നമ്മൾ ദുഃഖിക്കണേക്ക് അങ്ങനെയാണ്. കുട്ടിക്കാലത്ത് പഠിക്കാൻ പറ്റാത്തതിൻ്റെ ദോഷമാണ്. ഇപ്പം എന്തേ പഠിക്കാൻ പറ്റാതെ ഉണ്ടാവും. ഒരു പഠിക്കാതെയില്ല. നിങ്ങളുടെ അടുത്ത് വയസ്സായ 80 വയസ്സായ ഒരു മുത്തശ്ശി, അവർ സ്കൂൾ ടീച്ചറാണ് അത്ര, ഹിന്ദി ടീച്ചറും കണ്ട, ഹിന്ദിയോ മലയാളം എന്തായിരുന്നു, അവർ ക്രിസ്ത്യാനിയാണ്. അവരെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് സംസ്കൃതം പഠിച്ച് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, 4 പരീക്ഷയും ഭംഗിയായിട്ട് അവർ പാസ്സായി. അപ്പോൾ 80 വയസ്സായെന്നല്ല, അവർക്ക് പെട്ടെന്ന് തോന്നി സംസ്കൃതം പഠിച്ച് ഇപ്പോൾ എല്ലാം പാസ്സാണെന്ന് തോന്നി. 4 പരീക്ഷ അവർ പാസ്സായി എന്നുള്ളതാണ്. അത്ഭുതം തോന്നി. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. ഈ പ്രായത്തിൽ അതിന് പാകത്തിനാവണ്ടേ? അവരുടെ സമയം അവർ കളഞ്ഞില്ല എന്നാണ്, ഒരു മിനിറ്റ് പോലും. നമ്മൾ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, എനിക്കിനി സംസ്കൃതം പഠിച്ചിട്ടെപ്പോഴാണ്, മലയാളം പഠിച്ചിട്ടെപ്പോഴാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ എപ്പോഴാണ് നമുക്ക് പഠിക്കാൻ വയ്യാത്തത്? നമുക്കതിന് മനസ്സ് വരുമ്പോൾ നമുക്ക് സമയം ഭഗവാൻ കൂട്ടിത്തരും, അല്ലേ? ഇതിനൊന്നും കഴിവില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? നമ്മുടെ ആയുസ്സിനെ കുറച്ച് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ആയുസ് നീട്ടി കിട്ടണം. നമുക്ക് മോഹം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് എന്തായി തീരണം? വേണ്ടാത്ത വിഷയങ്ങളിലേക്ക് പോകരുത്. വരണതൊക്കെ വന്നോട്ടെ, പോണതൊക്കെ പൊക്കോട്ടെ. ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തിനെ നമുക്ക് മാറ്റാൻ സാധിച്ചാൽ, എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ
അപ്പോഴാണ് നമ്മൾ ദേവൻ എന്ന ഭാവത്തിലേക്ക് വരിക. ഇന്നലെ ഞാനൊരു കഥ പറഞ്ഞ് ഓർക്കണ്ടോന്നിട്ടില്ല, കഥയൊന്നും ആയിരുന്നില്ല, ഉണ്ടായ സംഭവക്കാരെ അമ്മമാർ രാമായണം പഠിപ്പിച്ച കഥ കേട്ടില്ലേ? അപ്പം അതേപോലെ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും മറക്കാത്ത ചരിത്രങ്ങളാണ് അതൊക്കെ. അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നിമിഷങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാവുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാം ദേവന്മാരാണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്താ പറ്റിയത്? നമുക്ക് ആലസ്യം, മടി, ഉറക്കം, നിദ്ര എന്ന് വേണ്ട എല്ലാത്തിനും ഒരു ഉപേക്ഷയാണ്. ഓർത്ത് നാളെ ആവട്ടെ, അങ്ങനെയല്ലേ നമ്മൾ ഓരോന്ന് ചെയ്യാം. ഇന്നിപ്പോൾ സമയമില്ല, ഈ ഉച്ചയ്ക്കോ നാളെ ആവട്ടെ എന്ന് വയ്ക്കും. നാളെ നീളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത്രയും നമ്മുടെ ആയുസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അത് നമ്മൾ അറിയണില്ല എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ കാളിന്തിയിൽ ഇറങ്ങി എന്നിട്ട് പറയാം. ആ ഇറങ്ങി അദ്ദേഹം മുങ്ങി കയറിയിട്ട് പറയാം, ഞാൻ കുളിച്ച കാളിന്തി പോയി കഴിഞ്ഞു എന്നാണ്. ഒന്ന് മുങ്ങി നിവർന്നപ്പോഴേക്കും ആ വെള്ളം കിലോമീറ്റർ ദൂരേക്ക് എത്തിക്കഴിഞ്ഞതാണ്. ഇതേപോലെയാണ് ഓരോ നിമിഷവും വളരെ വേഗത്തിൽ നമ്മളെ വിട്ടു പോകുമ്പോൾ കിട്ടുന്ന നിമിഷങ്ങൾ നമ്മൾ എങ്ങനെയായിരിക്കണം? അത് നമുക്ക് ഉപകാരപ്രദമാക്കി മാറ്റണം. നമുക്ക് മാറ്റം മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കി മാറ്റാൻ സാധിച്ചാൽ ആ ജീവിതം നമുക്ക് എന്നും സന്തുഷ്ടി നൽകും, അല്ലേ? ഇല്ലെങ്കിൽ എന്തായിരിക്കും? എൻ്റെ ജീവിതമൊക്കെ ഇങ്ങനെ കരഞ്ഞ് പോയി എന്ന് പറയാറില്ലേ ഓരോരുത്തർ? അങ്ങനെ കരഞ്ഞ് കളയേണ്ടതല്ല. നമുക്ക് ഓരോരുത്തർക്കും വരണത് പോലെ പോട്ടെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, അല്ലേ? നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. നമ്മൾ ഓരോരുത്തരും ഒരാളുടെ കീഴിലൊന്നുമല്ല. നമ്മളെല്ലാം ഓരോ വ്യക്തിത്വത്തിൽ വന്നതാണെങ്കിൽ നമുക്ക് സ്വയം പ്രകാശിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. ആരെങ്കിലും ഭാഗവതം പഠിപ്പിച്ചിട്ടാണോ നമുക്ക് പഠിക്കുന്നത്? എത്രയോ അമ്മമാർ എന്ത് സുന്ദരമായിട്ട് ഭാഗവതം വായിക്കണമെന്നറിയോ? ഓരോ വേദി ചെല്ലുമ്പോഴാണ് നമ്മൾ കാണുക ഇങ്ങനെ ഇത് പഠിക്കുന്നു എന്നുള്ളതാണ്. നാളെ പെരുമ്പാവൂർ ഒരു വായനയ്ക്ക് വന്നപ്പോൾ ഒരു മുത്തശ്ശി, ഇവിടെ ഒരു മുത്തശ്ശി ഒരു കൊച്ചു മോളെ കൊണ്ടിരുത്തി. 5ാം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത്. അത്ര മുത്തശ്ശി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ കുട്ടി നന്നായിട്ട് ഭാഗവതം വായിക്കട്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല. കാരണം ഒരു കൊച്ചുകുട്ടി എങ്ങനെ ഭാഗവതം നമ്മൾ തന്നെ വായിക്കുമ്പോൾ തെറ്റണം, കണ്ണുപിടിക്കായൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് എങ്ങനെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എങ്ങനെ ഭാഗവതം വായിക്കുക? ഞാൻ പറഞ്ഞു, ഇപ്പോൾ മുത്തശ്ശി എന്നോട് പറഞ്ഞു, കുട്ടിയെ കൊണ്ട് ഒരു അധ്യായം വായിപ്പിക്കുമോ? ഞാൻ പറഞ്ഞു, ആവട്ടെ നോക്കാം, നമുക്ക് ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും കൊടുക്കാം. ഉച്ച കഴിഞ്ഞ് പിന്നെ 3-4 പേരൊക്കെ ഉണ്ടാവുള്ളൂ, ഒക്കെ നോക്കിയിരിക്കുള്ളൂ. അപ്പോൾ പിന്നെ വായിച്ചിട്ട് തെറ്റിയാലും കുഴപ്പമില്ലല്ലോ, അപ്പോൾ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അത്ര എൻ്റെ മണ്ടബുദ്ധിയിൽ തോന്നിയതാണ്. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ പിടിച്ച് എൻ്റെ അടുത്തിരുത്തിയപ്പോൾ അവൾക്ക് ഒരു മടിയില്ല. ഞാൻ മൈക്കൊക്കെ വെച്ച് കൊടുത്തപ്പോൾ സാധാരണ കുട്ടികൾക്കൊരു പരിഭ്രമം ഉണ്ടാവില്ലേ വേദിയിലൊക്കെ വന്നിരിക്കുമ്പോൾ? ഒന്നും ഉണ്ടാവില്ല. അവർ മഴക്കൊക്കെ നേരെ വെച്ചിട്ട് എൻ്റെ വായിക്കാൻ തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ വായ്പാന്ന് വിളിച്ചു പോയി. എന്ത് രസമായിട്ട് അവൾ വായിക്കണമെന്ന് അറിയും. ഒരക്ഷരം തെറ്റാതെ കണ്ട് മിടുക്കിയായിട്ട് ഒരു 5 അധ്യായം അവളങ്ങനെ വായിച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖത്തേക്ക് നോക്കി, ഇനി ഞാൻ വായിക്കണം എന്നുള്ള മട്ടിൽ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ സമ്മതിച്ചു. അവളെങ്ങനെ ഞാൻ തലവിട്ട് പറഞ്ഞു, എന്നെ സമ്മതിച്ചു അവൾ. പിന്നെ ഞാൻ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇനി ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി അറിയാം, നാരായണനും ഇങ്ങനെ തന്നെയാണ്, അത് കാണാപ്പാടാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ആ 5 വയസ്സ് കൊണ്ട് അവളെ ആ മുത്തശ്ശി അതേപോലെ പഠിപ്പിച്ചെടുത്തെങ്കിൽ ആ മുത്തശ്ശിക്ക് വിടക്കണ്ടേ കുതിരപ്പവൻ വരണം, അല്ലേ? ആലോചിച്ച് നോക്കിക്കോളൂ. ഇതാണ് ആ കുട്ടിയുടെ ജീവിതം മാത്രമല്ല, ആ മുത്തശ്ശിയും അവൾ വായിക്കണ കാണുമ്പോൾ മുത്തശ്ശിയുടെ മുഖത്തേക്കും നോക്കുക. എന്തുമാത്രം ആ അമ്മ സന്തോഷിക്കണം, അല്ലേ? അതാണ് നമുക്ക് വേണ്ടതെന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതം വെറുതെ കരഞ്ഞു കളയാനുള്ളതല്ല എന്നർത്ഥം. നമ്മളൊക്കെ വെറുതെ എനിക്കൊന്നിനും കഴിവില്ലല്ലോ എന്ന് പറഞ്ഞ് ഇടിച്ചു നോടിക്കുമ്പോൾ തൻ്റെ ഇടത്തോടുകൂടി ഇടിച്ചു നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം നമ്മളാരാവും? ദേവനാവും. ഇല്ലെങ്കിൽ നമ്മളാരാവും? അസുരനാവും, അല്ലേ? ആരാവണമെന്ന് ആരാ തീരുമാനിക്കേണ്ടത്? നമ്മളല്ലേ? നമ്മളാ തീരുമാനിക്കേണ്ടത്. ഒരാൾക്കും രോഗങ്ങളും വയ്യായ്മകളൊക്കെ വലിച്ചു ദൂരെ കളയാൻ സാധിക്കും. കൈയില്ലാത്തവരും കാലില്ലാത്തവരൊക്കെ എന്ത് ഭംഗിയായിട്ട് ജീവിക്കണം, എന്തെല്ലാം പണികൾ ചെയ്ത് ആ കാലിത്തിരി ഉണ്ടാവുള്ളൂ. ആ കാലുകൊണ്ട് ചിത്രം വരയ്ക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറില്ലേ? എന്തെല്ലാം കാഴ്ച നമ്മൾ കാണണമെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ ലോകം ഭഗവാൻ അല്ലെങ്കിൽ ഭാഗവത് അല്ലെങ്കിൽ ലോകം നമുക്ക് കാണിച്ചു തരാം. ഇതിനൊക്കെ കണ്ടിട്ട് നിങ്ങൾ പഠിച്ചില്ലേ? നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരാൾക്കും പഠിക്കില്ല എന്നാണ്. അപ്പോൾ ലോകം നമുക്ക് കാണിച്ചു തരാം എങ്ങനെ ജീവിക്കണമെന്ന്, അല്ലേ? ആ ജീവിതമാണ് നമുക്ക് വലുത്. അതിനെ എപ്പോഴും പോസിറ്റീവായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ സാധിക്കണം. ഇവിടെ ദേവന്മാർ ആയി മാറണമെങ്കിൽ എത്രയോ കാലത്തെ കഷ്ടപ്പാടുകൊണ്ടാണ് ദേവനായിട്ട് മാറിയത്. എന്നിട്ടും അവരെന്തുണ്ടായി? എല്ലാ സുഖങ്ങളും കിട്ടിയപ്പോൾ അലസന്മാരും മടിയന്മാരുമായിട്ട് മാറി. അങ്ങനെ ആവാൻ പാടുണ്ടോ? അത് പാടില്ല. ഏത് സമയത്തും നമ്മൾ ഊർജ്ജസ്വലമായിട്ടിരിക്കുന്നുണ്ടോ എന്നാൽ ജീവിതം ഐശ്വര്യമാവുള്ളൂ. അപ്പോഴാണ് നമ്മൾ പറയാം അവിടെ നല്ല ശ്രീത്വം ഉണ്ട്. ഒരാളെ കണ്ടാൽ നമ്മൾ എന്താ പറയുക? നല്ല ശ്രീമാനാണ്, നല്ല ശ്രീത്വമുണ്ട്. ആ കുടുംബത്തിൽ ചെന്നാൽ എന്തൊരു ഐശ്വര്യം, എന്തൊരു ശ്രീത്വം, അല്ലേ? നമ്മൾ പറയും. അപ്പോൾ ഈ ശ്രീത്വം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ വാക്കിലും നമ്മുടെ നോട്ടത്തിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിതത്തിലും എഴുത്തിൽ പോലും
ഒരാളൊരു എഴുത്തണം കണ്ടാൽ നോക്കി കാണാം അല്ലേ? ചിലവരുടെ എഴുത്ത് കണ്ടാൽ എത്ര അഴകാന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതെല്ലാം ശൈത്യമാണെന്നർത്ഥം. ഈ ശൈത്യം നമുക്ക് നേടേണ്ടത് വെറുതെ ഒന്നും ഉണ്ടാവുന്നതൊന്നല്ല, ഇതൊന്നും നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതാണ് അല്ലേ? അപ്പം അതിന് ഒരിക്കലും അലസമായിട്ട് കളയാൻ പാടില്ല എന്നാണ്. ദേവന്മാർ അങ്ങനെ അലസമായിട്ട് കളയണ കണ്ടപ്പോൾ ദുർവാസാവിന് ഇഷ്ടപ്പെട്ടില്ല. ദുർവാസാവ് ആരെന്നറിയോ? മഹാദേവൻ്റെ ജ്ഞാനമാണ്, ശിവജ്ഞാനം എന്നാണ് ദുർവാസാവിൻ്റെ പേര്. നമ്മൾ ചില ആളുകളെയൊക്കെ പറയാറുണ്ട്, അയാളൊരു ദുർവാസാവാണ് അത്ര, അയാളോട് കൂടാൻ കൂടുതലാണെന്ന് പറയും അല്ലേ? ദുർവാസാവിന് ശുദ്ധി ഇതിരി കൂടുതലാണ് അത്ര. അപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് അദ്ദേഹം ശപിച്ചു കളയും. കാരണം എന്താണെന്ന് വെച്ചാൽ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്തവനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ദുർവാസാവ് എന്നൊരു പേര് വന്നത് തന്നെ. അതെന്താണെന്ന് വെച്ചാൽ അത് ശിവജ്ഞാനമാണ്. എല്ലാവർക്കും ഈ ശിവജ്ഞാനത്തിനെ ഉൾക്കൊള്ളാൻ എല്ലാവർക്കും ഒന്നും സാധിച്ചു എന്ന് വരില്ല, അതാണ്. അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല, അത് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അല്ലാണ്ട് അയാളെ കുറ്റം പറയാൻ പറ്റില്ല. സമുദ്രത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു ഗ്ലാസ് കൊണ്ടുവന്നിട്ട് ഗ്ലാസ്സിലെല്ലാം സമുദ്രം ഇങ്ങനെ കോരിയെടുക്കാമെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരു കൊച്ചുകുട്ടി ഇതുപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയാം, ഒരു കൊച്ചുകുട്ടി സമുദ്രത്തിൻ്റെ തീരത്ത് നിന്നിട്ട് ഒരു കുഴി ഇങ്ങനെ കുത്തുകയാണ് അത്ര. കുഴി കുത്തി ഉണ്ടാക്കിയിട്ട് അവൻ എന്താ ചെയ്യണമെന്നറിയോ? ആ കടലിൻ്റെ തീരത്ത് നിന്ന് കുഞ്ഞു കയ്യിൽ വെള്ളം എടുത്തുകൊണ്ട് അത് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ ചോദിച്ചു, ഇനി എന്താ ഉണ്ണി കാണിക്കണതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മുത്തശ്ശ, ഞാൻ ഈ കടലിലെ വെള്ളം ഈ കുഴിയിലേക്ക് നിറയ്ക്കാനുള്ള പരിപാടിയിലാണെന്നാണ്. അപ്പോൾ അതെല്ലാം ആ കുഴിയിൽ നിറച്ചിട്ട് കടലിനെ വറ്റിക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞു. അതേപോലെയാണ്. അപ്പോൾ ദുർവാസാവ് എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. അത്രയും ജ്ഞാനത്തിനെ ഉൾക്കൊള്ളാനുള്ള മിടുക്ക് നമുക്കായിട്ടില്ല എന്നാണ്. എപ്പോൾ നമ്മളതായി തീരണോ അപ്പം നമുക്ക് സാധിക്കായെന്നല്ല, അത് അത്രയും കഷ്ടപ്പാടാണെന്ന് പറയാം. ആ ദുർവാസാവിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. ദേവന്മാർ അലസന്മാരും മടിയന്മാരുമായിട്ട് മാറിയപ്പോൾ അത് മാറ്റണം, നിങ്ങളുടെ ശൈത്യം നഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞൊരു അനുഗ്രഹം കൊടുത്തു. ആ അനുഗ്രഹം കിട്ടിയോടുകൂടി ദേവന്മാരെല്ലാവരും കൂടി എന്ത് ചെയ്തു? വേഗം ബ്രഹ്മാവിനെയും മഹാദേവനെയും ശരണം പ്രാപിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ അലസതയും മടിയാണ് നിങ്ങളുടെ ജീവിതം താറുമാറാക്കി മാറ്റണം. നമ്മളോടാണ് ഇതൊക്കെ പറയുന്നത്, നമ്മുടെ കഥയാട്ടോ, എവിടെയോ നടന്ന കഥയൊന്നല്ല. എത്രമാത്രം നമ്മൾ അലസത കാണിക്കണുണ്ടോ ജീവിതത്തിൽ, അത്രയും നമ്മൾ മുന്നോട്ട് പോകും അല്ലേ? എത്രയും ഉഷാറായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടോ അത്രയും നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരും. അത് ഭാഗവതം നമ്മളോട് പറയാം. ഭാഗവതത്തിന് ഇങ്ങനെ പറയുന്നത് തരാൻ പറ്റുള്ളൂ, കഥാരൂപത്തിലാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരു പഴങ്കഥയല്ലേ എന്ന് വിചാരിക്കും. ഒരിക്കലും പഴങ്കഥയല്ല, പറയണതെല്ലാം നമ്മളെക്കുറിച്ച് തന്നെയാണ്. വേഗം എല്ലാവരും മഹാദേവൻ ബ്രഹ്മാവിനോട് കൂടി ദേവന്മാരെല്ലാവരും കൂടി പാലാഴി തീരത്ത് ചെന്ന് ഈ ശ്രീലകത്തിൽ നിന്ന് ഗുരുവായൂരപ്പനെ വിളിച്ചു. ഭഗവാന്റെ അശരീരി വാക്ക് കേട്ടു. എന്താണെന്നറിയോ? ഇങ്ങനെ മടിയന്മാരായിട്ട് മാറിയില്ലേ, എന്നൊരു കാര്യം ചെയ്തോളൂ, ഈ പാലാഴി ഒന്ന് കടന്നോളൂ. അതിനെന്ത് വേണം? ആ മന്ത്രഭഗതത്തിനെ കടകോലായിട്ട് അസുരന്മാരെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് വാസുകിയെ കയറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പാലാഴി കടന്നോളൂ. ഭഗവാൻ നല്ല പണി കൊടുത്തു. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയാറില്ലേ, 8ൻ്റെ പണി കൊടുത്തു എന്നൊക്കെ പറയും. അതുപോലെയാണ് ഭഗവാൻ ആ തടിയൊക്കെ അങ്ങോട്ട് കുറയട്ടെ എന്നുള്ള മട്ടിലാണ് നല്ലൊരു പണി കൊടുത്തപ്പോൾ. അപ്പോൾ ഭഗവാൻ പറഞ്ഞൊരു വാക്ക് എന്താണെന്നറിയോ? പാലാഴി കടയുമ്പോൾ പല സാധനങ്ങൾ ഉയർന്നു വരും. അതിലൊന്നും മനസ്സ് വെക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന ജ്ഞാനം, അറിവ് കിട്ടും. ആ അറിവാണ് നമുക്ക് ജീവിതത്തിൽ എന്നും വെളിച്ചുണ്ടാവും അല്ലേ? അറിവില്ലാത്തവൻ എവിടെ ചെന്നിട്ട് എന്ത് പ്രയോജനം? കാനഡയിൽ പോയി, അമേരിക്കയിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ നോക്കി ഇരിക്കുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതില്ല നമുക്ക് കാര്യം. അപ്പോൾ അറിവുള്ളവന് എവിടെ ചെന്നാലും പ്രകാശം ഉണ്ടാവും. അറിവില്ലാത്തവൻ എവിടെ ചെന്നാലും ഒക്കെ മുട്ടയിട്ട് പോരേണ്ടി വരും. അപ്പോൾ അറിവ് നേടാൻ എന്ത് വേണം? വെറുതെ ഉണ്ടാവില്ല, നല്ല പ്രയത്നം വേണം. അതാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരാം. നമ്മൾ കുട്ടികളോടൊക്കെ അതല്ലേ പറയാം, നന്നായിട്ട് പഠിച്ച് മിടുക്കനാവണം. മിടുക്കിയായാലാണ് നല്ല ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ നമുക്ക് അഭിമാനം. അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല, നാടിനും അഭിമാനമല്ലേ? അപ്പോൾ അവരവർക്കും അഭിമാനമല്ലേ? അപ്പോൾ അതാവണമെങ്കിൽ എന്ത് വേണം? വേണ്ട സമയത്ത് ആരോഗ്യമുള്ളപ്പോൾ നന്നായിട്ട് കഷ്ടപ്പെടണം. അത് മാത്രമല്ല, ഭഗവാൻ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? തെളിഞ്ഞ ലക്ഷ്യബോധം ഉണ്ടാവണം. എന്താണ് ലക്ഷ്യം? ജ്ഞാനമാകുന്ന അമൃത് നേടണം. വെറുതെ ഒരു അമൃതം എന്നല്ലാത്തത്, ജ്ഞാനമാകുന്ന അമൃതം എന്ന് പറഞ്ഞാൽ എന്താ? മൃതമല്ലാത്തത് അമൃതം, ഒരിക്കലും നശിക്കാത്തതിൻ്റെ പേരാണ് അമൃതം എന്ന് പറയാം. ആ അമൃത് കിട്ടണമെങ്കിൽ എന്ത് വേണം? തെളിഞ്ഞ ലക്ഷ്യബോധം വേണം. അതേപോലെ തന്നെ നല്ല സംഘടന പാഠവും ഉണ്ടാവണം. നമുക്ക് എല്ലാവരെയും കൂടി കൂട്ടിച്ചേർത്ത് നിർത്താൻ കഴിയണം അല്ലേ? എന്നാലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരാൾ അങ്ങോട്ട് പോയി, ഒരാൾ കിഴക്കോട്ട് പോയി, ഒരാൾ പടിഞ്ഞാട്ട് പോയാൽ ഈ കാര്യം നടക്കുമോ? നടക്കില്ല. ഒരു കുടുംബം നേരെ പോകണമെങ്കിൽ എന്ത് വേണം? എല്ലാവരെയും ചേർത്ത് നിർത്തണം അല്ലേ? അതാണ് അമ്മയുടെ ശക്തി എന്ന് പറയും. എപ്പോഴും ഭാഗവതത്തിൽ പറയേണ്ടത്, അമ്മ എന്ന് പറയുന്നത് ഒരു ത്രിവർണ്ണ പതാകയാണെന്ന് പറയും. എന്താണെന്നറിയോ? ഒരു മാതൃശക്തി
ആ സ്നേഹത്തിൻ്റെ സ്വരൂപമാണ് അമ്മ. 3 കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ത്രിവർണ്ണ പതാകയാണ് ഒരു കുടുംബത്തിലെ സ്ത്രീ എന്ന് ഭാഗവതം പറയുന്നുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും കൂട്ടിയണക്കാനുള്ള ഇടുക്ക് അല്ലേ? അതെങ്ങനെ കൂട്ടിയണക്കാൻ സാധിക്കണം? നമുക്ക് സ്നേഹം കൊണ്ട് മാത്രമേ എല്ലാവരെയും കൂട്ടിയണക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഒരു നല്ലൊരു കാര്യം നമുക്ക് വിജയിക്കണമെങ്കിൽ എല്ലാവരെയും ചേർത്ത് നിർത്താൻ, ഒരു ചരടിൽ കോർത്ത മണികളെ പോലെ നിർത്താൻ നമുക്ക് സാധിക്കണം. ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീരണതിന് മുമ്പ് ദേവന്മാർ ഓടി, എന്നാൽ പിന്നെ വേഗം ഈ പരിപാടിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഒന്ന് മന്ത്രബോധം എടുക്കാൻ നോക്കിയപ്പോൾ എന്താണെന്ന് പറയുക, ചൂർണയാമാസമഹതാ ഭാരേണ കനകാചലമാ. അത് ആ പർവ്വതം എടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ അടിപ്പെട്ട് തന്നെ ചിലത് ചതഞ്ഞറിഞ്ഞു. അതോടുകൂടി എല്ലാവരും ഭഗവാനെ വിളിച്ചു. ഭഗവാൻ എന്ത് ചെയ്യുന്നറിയോ, വളരെ വേഗത്തിൽ വന്ന് മന്ത്രബോധം എടുത്ത് ഗരുഡൻ്റെ പുറത്ത് വെച്ചിട്ട് അത് പാലാഴിയിൽ സ്ഥാപിച്ചു. ഇനി എന്താ വേണ്ടത്? കയറ് വേണം. കയറ് കിടക്കുന്നത് ഭഗവാന്റെ മഹാദേവന്റെ കഴുത്തിലാണ്. ചീറ്റിക്കൊണ്ടൊരു സാധനം കിടക്കണുണ്ടല്ലേ, അതാണ് വാസുകി. വേഗം മഹാദേവന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, മഹാദേവ ആ കയറും കൂടെ വന്നാൽ തിരക്കേണ്ടില്ല എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല, ഞാൻ അവിടെ എത്തിച്ചോളാം എന്ന് പറഞ്ഞു. അത്ര ഇതൊന്നും കേൾക്കാൻ ദേവന്മാർ നിന്നില്ല. ദേവന്മാർ പോകുന്നു, അപ്പോൾ മഹാദേവൻ എത്തിക്കിടോ. അപ്പോഴാണ് ഗരുഡൻ്റെ ഉള്ളിൽ ഒരു അഹങ്കാരം വന്നതാണ്. ഗരുഡൻ ഭഗവാന്റെ വാഹനമല്ലേ, ഗരുഡൻ്റെ ഭക്ഷണമാണ് ഈ പാമ്പ് എന്ന് പറഞ്ഞ സാധനം. അതുകൊണ്ട് ഗരുഡനെ കണ്ടാൽ പാമ്പ് ഇങ്ങനെ മോതിരം പോലെ വളഞ്ഞു കിടക്കും. അത് പേടിച്ചിട്ട് ഗരുഡൻ അഹങ്കാരം കൊണ്ട് പറഞ്ഞു, അതിനെയൊക്കെ കൊണ്ടുവരണമായാലും ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. വേഗം ചെന്ന് പറഞ്ഞു, മഹാദേവ അതിനെ ഇങ്ങോട്ട് തന്നപ്പോൾ ഞാൻ ഇപ്പോൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. മഹാദേവൻ പറഞ്ഞു, ഗരുഡ നിനക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ കൊണ്ടുപോകാം മഹാദേവ ഇവിടെ തന്നോളൂ എന്ന് പറഞ്ഞു. ഭഗവാൻ കഴുത്തിൽ നിന്ന് ഊരി അങ്ങോട്ട് ആ മാല ഇട്ട് കൊടുത്തു. വേഗം ആ ഗരുഡൻ കൊത്തിക്കൊണ്ട് പറന്ന് വളരെ വേഗത്തിൽ. എന്നിട്ട് എന്താ, പാലാഴിയുടെ തീരത്ത് വന്നപ്പോൾ പാമ്പിൻ്റെ നടുഭാഗം മാത്രമേ അവിടെ എത്തിയിട്ടുള്ളൂ. തലയും പാലൊക്കെ കൈലാസത്തിൽ കിടക്കുകയാണ് അത്ര. അപ്പോഴാണ് ഗരുഡന് മനസ്സിലായത്, ഇത്ര നീളോ ഈ കുന്തത്തിന്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? എല്ലാവരും കൂടി മഹാദേവനെ വിളിച്ചപ്പോൾ മഹാദേവൻ ഒരു മോതിരം ഊരിയിടും പോലെ അതിനവിടെ കൊണ്ടിട്ടുള്ളതാ കിടക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ദേവന്മാർ വാല് പിടിച്ചു, അസുരന്മാർ തല പിടിച്ചുകൊണ്ട് പാലാഴി കടയാൻ അവിടെ തുടങ്ങിയ സമയത്ത് ആ മന്ത്രഭഗവതം അടിസ്ഥാനമില്ലാത്ത പാലാഴിയിലേക്ക് ഇങ്ങനെ അണ്ടാണ്ട് പോണ കണ്ടപ്പോൾ അപ്പോഴും ആരെ വിളിക്കേണ്ടി വന്നു? ഹരിം ശരണമായയോ. എന്തിനും ഭഗവാനെ വിളിക്കണം എന്ന് പറയാം. ഭഗവാൻ വേഗം എന്ത് ചെയ്യും? പ്രവിശ്യത്തോയം ഗിരിമുറ്റഹാര. 1,00,000 യോജന വിസ്താരമുള്ള വലിയൊരു ആമയായിട്ട് അടിയിലേക്ക് അങ്ങോട്ട് ചെന്ന് മന്ത്രഭഗവതത്തിനെ ഉയർത്തി അങ്ങനെ നിർത്തിയിട്ട് പ്രയോജനം ഉണ്ടാവില്ല. പണ്ട് നമ്മൾ തൈരൊക്കെ കടയാറില്ലേ, പഴയ അമ്മമാർക്കൊക്കെ അറിയാം തൈര് കടയുന്ന കലാപരിപാടി. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല, കാരണം ഇപ്പം മിക്സിയിലിട്ട് അടിക്കുന്ന കലാപരിപാടിയല്ലേ. പണ്ട് അങ്ങനെയല്ല, ഇരുന്ന് കടയും രാവിലെ തന്നെ ഇരുന്നല്ലേ. അപ്പോൾ ആ കടകോട് നിൽക്കേണ്ട ഒരു സ്ഥാനമുണ്ട്, അത് അടി പോയാലും പറ്റില്ല, മുകളിൽ വന്നാലും പറ്റില്ല. അപ്പോഴാണ് ശരിക്ക് വെണ്ണ കിട്ടുക. അതേപോലെ ഇത് വേണ്ട സ്ഥാനത്ത് നിൽക്കണം. ആ കടകോട് പൊങ്ങിപ്പോണ കണ്ടപ്പോൾ അപ്പോഴും അവർ ഭഗവാനെ വിളിച്ചു. ഭഗവാൻ അച്യുതൻ എന്ന പേരിൽ അവതരിച്ചു. ആയിരക്കണക്കിന് കൈകളോടുകൂടി അവതരിച്ചുകൊണ്ട് കുറച്ച് കൈകളെ കൊണ്ട് അസുരന്മാരുടെ ഭാഗത്തും കുറച്ച് കൈകളെ കൊണ്ട് ദേവന്മാരുടെ ഭാഗത്തും പിടിച്ചു. കുറച്ച് കൈകളെ കൊണ്ട് ആ മന്ത്രവതൊന്ന് പഴുക്കൊന്ന് താഴ്ത്തി അങ്ങനെ പിടിച്ചിട്ട് തൈര് കടയാൻ തുടങ്ങിയതാണ്. ആ പാലാഴി അങ്ങനെ കടയാൻ തുടങ്ങിയതാണ്. ഭാഗവതം അല്ലെങ്കിൽ ശ്രീശബ്രഹ്മർഷിയുടെ ക്യാമറയിൽ പതിഞ്ഞ അതിമനോഹരമായിരിക്കുന്ന ഒരു ചിത്രമാണിത്. ഇപ്പം ആരാണ് പാലാഴി കടയുന്നത്? പാലാഴി മന്ത്രഭഗവതം കൊണ്ടിട്ടത് ഭഗവാൻ അല്ലേ? വാസുകിയെ കൊണ്ടിട്ടത് ഭഗവാൻ. അതോ ആ അടിയിൽ ആമയായിട്ട് നിൽക്കുന്നത് ഭഗവാൻ, മുകളിൽ താത്തി പിടിച്ചിരിക്കുന്നത് ഭഗവാൻ, 2 ഭാഗത്തും ഭഗവാൻ അല്ലേ? നമ്മളെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിക്കുന്നത് ആരാന്നറിയോ? ഇതേപോലെ ഭഗവാനാണ്. അടിയിലും മുകളിലും സൈഡിലും എല്ലായിടത്തും സർവത്ര ഭഗവാന്റെ ഇഷ്ടമനുസരിച്ചല്ലാണ്ട് ഈ ലോകത്തിൽ ഒരു കാര്യം നടക്കില്ല. ഒരു കരിയിലാണെങ്കിലും കൂടിയും മൽഭയാൽ വാദിവാദോയം സൂര്യസ്തപതി മൽഭയാൽ. സൂര്യൻ ജ്വലിക്കുന്നുണ്ടെങ്കിൽ എന്നെ പേടിച്ചിട്ട്, കാറ്റ് വീശുന്നുണ്ടെങ്കിൽ എന്നെ പേടിച്ചിട്ട്, മഴ പെയ്യുന്നുണ്ടെങ്കിൽ എന്നെ പേടിച്ചിട്ട്, എല്ലാം കൃത്യമായിട്ട് നടക്കണില്ലേ? നമ്മൾ എഴുന്നേക്കാൻ വൈകിയാലും സൂര്യൻ കൃത്യം 6 മണിക്ക് മുമ്പിൽ വരും അല്ലേ? നമ്മൾ 8 മണിക്കായിരിക്കും എഴുന്നേക്കണേ. അപ്പോൾ സൂര്യൻ ഉദിച്ചു അല്ലേ? അതിനോട് പ്രത്യേകം അലാറം ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അലാറം വെച്ചിട്ട് ഒന്നുകൂടെ ഓഫ് ചെയ്ത് ഒന്നുകൂടെ മൂടിപ്പൊളിച്ച് കിടക്കും. സൂര്യൻ അത് പറ്റില്ല, കൃത്യസമയത്ത് മുമ്പിൽ വരും. കാരണം എന്താ? അകത്തിരിക്കുന്ന ആളെ നല്ല പേടിയില്ലേ? മൂപ്പരാണ് അവരെയൊക്കെ നിയന്ത്രിക്കുന്നത്. ചന്ദ്രൻ വൈകുന്നേരം ആകുമ്പോൾ ചന്ദ്ര ഇത്തിരി വൈകി
വന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? കൃത്യമാകുമ്പോൾ ചന്ദ്രൻ മുകളിൽ വന്നിട്ടുണ്ടാവും, നക്ഷത്രങ്ങളൊക്കെ. കാരണം എന്താ? മൂപ്പരെ പേടിച്ചിട്ടാ. ഒരു ദിവസം സമുദ്രം പറയാം, ഇനി ഞാൻ തിരമാലയായിട്ട് വരണില്ല, തിരമാല അടിക്കാണ്ട് ഇന്ന് ഞാൻ ശാന്തമായിട്ടിരിക്കാൻ പോവാം, ഇന്ന് ഓഫാണെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? പറ്റുമൊന്നുമില്ല. കാരണം മൂപ്പരെ പേടിച്ചിട്ടായിരിക്കുന്നത് അല്ലേ? ഇങ്ങനെ മരണം ഒരു ദിവസം ഞാൻ കാലം പറയാം, ഇന്ന് ഞാൻ എങ്ങും പോകില്ല, ഇന്ന് ഞായറാഴ്ച എന്നെ കുടുംബത്തിലിരിക്കാൻ പോവാം എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഭഗവാൻ അപ്പോൾ വാളെടുക്കും. അതുകൊണ്ട് എന്താ എന്നറിയോ? ആ മരണം കൃത്യമായിട്ട് വന്ന് വേണ്ടവരെയൊക്കെ കൊണ്ടുപോകും അല്ലേ? അപ്പോൾ എല്ലാം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഇതിനെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ആരാ? അതാണ് ഭഗവാൻ. അത് നമുക്ക് ഇവിടെ കാണിച്ചു തരാം. ഇങ്ങനെ പാലാഴി കടയുമ്പോൾ ആദ്യം പൊങ്ങി വന്നത് ഹാലാഹളം എന്ന വിഷമാണ്. എപ്പോഴും നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആദ്യം നമ്മുടെ മനസ്സിനെ തളർത്തുന്ന കുറേ കാര്യങ്ങൾ വരും അല്ലേ? എന്തിനാണ് ഇപ്പോൾ ഇവരതൊക്കെ ചെയ്യാൻ പോകുന്നത്? ഈ സപ്താഹം നടക്കുമ്പോൾ തന്നെ എത്ര പേര് നമ്മുടെ നാട്ടിലുണ്ടാകുമെന്ന് വിചാരിച്ചിരിക്കുന്നത്? ഇവർക്ക് വേറെ ഒരു പണിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം പേരും നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ ആൾക്കാരുണ്ടാവും. അത് ഏത് കാര്യത്തിന് ഇറങ്ങിയാലും എന്തിനും ഉണ്ടാവും അല്ലേ? കുട്ടിയെ പഠിപ്പിക്കാൻ വിടുമ്പോൾ പോലും എത്ര പേരറിഞ്ഞു ഇതിനും വിടണ്ടായിരുന്നു, വേറെ എന്തിനെങ്കിലും വിടായിരുന്നില്ലേ? അവരുടെ ചിന്തയാണോ? നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. ഇങ്ങനെ എന്തിനേയും നമുക്ക് അതിനെ ഉള്ള ഒരു ശക്തി, ഒരു ബലം തരികയല്ല, അതിനെ ബലം ഇല്ലാണ്ടിയാക്കുക. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടെന്ന് പറയാം. അതിൻ്റെ പേരാണ് വിഷം. ആ മനുഷ്യ ജീവിതത്തിൽ ഈ വിഷങ്ങൾ ധാരാളം വരുന്നതാണ്. അതിനെല്ലാം എന്ത് വേണമെന്നറിയോ? എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും കണ്ണാ എല്ലാം ഞാൻ നിനക്ക് സമർപ്പിക്കണം. ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ വരണ്ടോ ആ പ്രയാസങ്ങളെയാണ്, ആ വിഷമങ്ങളെയാണ് നമ്മളിവിടെ വിഷമായിട്ട് പറയുന്നതെല്ലാം. എന്തെല്ലാം വിഷമങ്ങൾ വന്നാലും അതെല്ലാം ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവന ത്രാഹിണശരണാപന്നാം ത്രൈലോക്യദഹനാൽ വിഷാൽ. ഭഗവാനെ വിളിച്ചങ്ങോട്ട് നമസ്കരിച്ചപ്പോഴേക്കും മഹാദേവൻ ശ്രീപാർവതിയോടുകൂടി വേഗം അവിടെ വന്നു. ആ വിഷം അങ്ങോട്ട് എടുത്തപ്പോഴേക്കും ഭഗവാന്റെ കയ്യിൽ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലായിട്ട് മാറി എന്നാണ്. അത്രേ ഉള്ളൂ. മഹാദേവൻ്റെ കയ്യിലേക്ക് ഇത്രയും വലിയ പാലാഴി കടഞ്ഞപ്പോൾ ഒരല്പം വിഷം. മഹാദേവൻ ഒന്ന് പാർവതിയെ നോക്കി, പാർവതി ഞാൻ ഈ വിഷം കഴിച്ചോട്ടെ എന്നാണ്. പാർവതി പറഞ്ഞു വേഗം കഴിച്ചോളൂ. കാരണം എന്താ? ഈ ലോകത്തിന് മുഴുവനും നന്മ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ? അതിലൊരു തുള്ളി വീണാൽ മതി, ഈ ലോകം മുഴുവനും കരിഞ്ഞില്ലാതിണ്ടാവും. ലോകത്തിലൊരു പ്രാണിക്ക് പോലും വിഷമം വരാൻ പാടില്ല. അപകടം വരാതെ കണ്ടിരിക്കാൻ മോഹിക്കുന്ന ആളല്ലേ അച്ഛനും അമ്മയും, ജഗൻ മാതാപിതാക്കളല്ലേ? അതുകൊണ്ട് ആ അമ്മയ്ക്ക് നമ്മളോടുള്ള വാത്സല്യം കൊണ്ട് പറഞ്ഞു, മഹാദേവ ആ വിഷം കഴിച്ചോളൂ. കാരണം എന്തെല്ലാം ചെന്നാലും മഹാദേവന് ഒരു ഭാവവ്യത്യാസം വരില്ല എന്നറിയാം. സർവ്വപ്രാണികളുടെയും ഹൃദയത്തിലിരിക്കുന്ന മഹാദേവനല്ലേ? വേഗം ആ വിഷം എടുത്തിട്ട് അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ നാമത്രയം എന്ന പേര് അച്യുത അനന്ത ഗോവിന്ദ. ഈ 3 മന്ത്രം മറക്കെടുത്തിട്ട് ആരും ഈ മഹാനാമങ്ങളാണ്. ഈ മന്ത്രം ഒരിക്കലും ജപിക്കാണ്ടിരിക്കരുത്, എന്നും ജപിച്ചോളൂ. എന്ത് ആഹാരം കഴിക്കുകയാണെങ്കിലും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ കിട്ടിയ വഴിക്ക് തന്നെ എടുത്ത് നമ്മൾ മൃങ്ങല്ല ചെയ്യുക. പിന്നെ എന്താ? അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. നമുക്കറിയില്ല, പച്ചക്കറിയിലൊക്കെ വിഷം അടിച്ചല്ലേ വരുന്നത്. അപ്പോൾ നമ്മളെ അതൊക്കെ ബാധിക്കാണ്ടിരിക്കണം. എന്ത് വന്നാലും ഇനി മേശാന്തി തീർത്ഥം തരുമ്പോഴും കിട്ടിയ വഴിക്കന്നെ തീർത്ഥം കുടിക്കാറുണ്ടോ ആരെങ്കിലും? സംശയമാണ് അല്ലേ? തീർത്ഥം കുടിക്കാൻ പാടില്ല, തീർത്ഥം സേവിക്കാനേ പാടുള്ളൂ അല്ലേ? ചായ ആരെങ്കിലും സേവിക്കാറുണ്ടാവും? എനിക്കറിയില്ല കേട്ടോ, ഇവിടെ എങ്ങനെയാണെന്നറിയില്ല, നിങ്ങൾക്ക് അറിയില്ല. ചായ കുടിക്കേണ്ട വേണം അല്ലേ? ചുക്കുവെള്ളം സേവിക്കുക അങ്ങനെ ആരും പറയാറില്ല അല്ലേ? അപ്പോൾ പായസം സേവിക്കാറുണ്ട് അത്ര, നമ്മൾ പറയാറില്ല. പായസമൊക്കെ കുടിക്കണം അല്ലേ? ചിലതൊക്കെ മരുന്ന് കുടിക്കുക, അത് പറഞ്ഞാൽ ശരിയാവില്ല. മരുന്ന് എന്തേ പാടുള്ളൂ? സേവിക്കാനേ പാടുള്ളൂ അല്ലേ? അപ്പോൾ സേവിക്കാന്ന് പറഞ്ഞാൽ അത് അല്പേ പാടുള്ളൂ എന്നർത്ഥം. അതുകൊണ്ടാണ് മഹാദേവൻ ഇത്രയും വിഷം ഭഗവാന്റെ കയ്യിലേക്ക് വന്നപ്പോൾ, ഉള്ളം കയ്യിലേക്ക് വന്നപ്പോൾ ഒരല്പമായിട്ട് മാറി. അതെങ്ങനെ സേവിക്കണം? തീർത്ഥം ഒക്കെ നമ്മൾ സേവിക്കുമ്പോൾ കയ്യിൽ കിട്ടിയാൽ ഇതേപോലെ ചിന്മുദ്രയായിട്ട് പിടിച്ചിട്ട് അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ട് വേണം സേവിക്കാൻ. അപ്പോൾ കയ്യിൻ്റെ ഈ ഭാഗം കൊണ്ട് നമ്മൾ സേവിക്കാറ് പതിവല്ലേ? ഇതിങ്ങനെ ചുണ്ടത്ത് മുട്ടിയാൽ എന്ത് കുഴപ്പമെന്നറിയോ? ആ തീർത്ഥം എച്ചിലാവും, പിന്നെ നമുക്ക് സേവിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അത് മാത്രമല്ല, പൊക്കി ഒഴിച്ചാൽ എന്തുണ്ടാവും? നമ്മുടെ ശരീരത്തിൽ വീഴും. ഈ ഭാഗത്തിന് പേര് ബ്രഹ്മതീർത്ഥം എന്ന് പേര് പറയും. കൈയിൻ്റെ അടിയിൽ ബ്രഹ്മതീർത്ഥം, വിരലിൻ്റെ അറ്റത്ത് ദേവതീർത്ഥം എന്ന് പറയും. ഈ ചെറുവിരലിൻ്റെ ഭാഗത്ത് കായതീർത്ഥം എന്ന് പറയും. ഇവിടെ ആകുമ്പോൾ പിതൃതീർത്ഥം എന്ന് പറയും. നമ്മുടെ വലത്തെ കയ്യിൽ 4 തീർത്ഥം ഉണ്ടെന്നാണ്. അപ്പോൾ തീർത്ഥം സേവിക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെ വേണം?
ബ്രഹ്മതീർത്ഥമായിട്ട് സേവിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ശരീരത്തിലൊക്കെ വീഴുന്നു മാത്രമല്ല അത് എച്ചിലാവാനും പാടില്ല. അപ്പോൾ എന്ത് വേണം? ദേവതീർത്ഥമായിട്ട് 2 തുള്ളി നാവിലെത്തിക്കാനേ പാടുള്ളൂ. തീർത്ഥം കുടിക്കാൻ പാടില്ല ഒരിക്കലും. ചില ആളുകളാണ് അറിവില്ലാത്ത ശാന്തിക്കാർ കിണ്ടിയുടെ മുകളിലോട്ട് കുറേ കൂടെ ഒഴിച്ചു വരുന്നതിൻ്റെ ദാഹമൊക്കെ മാറട്ടെ എന്നുള്ള മട്ടിൽ. അങ്ങനെ ആവാൻ പാടില്ല എന്നാണ്. അറിവുള്ളവർ 2 തുള്ളിയേ തരുള്ളൂ, അത് കൂടുതൽ തരില്ല എന്നാണ്. അപ്പോൾ അത് 2 തുള്ളി നാവിൽ അലിഞ്ഞു ചേരാനേ പാടുള്ളൂ. ഒരിക്കലും കണ്ടത്തിൽ നിന്ന് കിഴക്കോട്ടേക്ക് തീർത്ഥം ഇറങ്ങരുതെന്നാണ്. അത് പോയാൽ ദോഷമാണ് അത്ര. മിത്രമായിട്ട് തീർത്ഥം ഒരിക്കലും പോകരുതെന്നാണ്. അപ്പോൾ നാവിൽ അലിഞ്ഞു ചേരണം. അപ്പോൾ 2 തുള്ളിയേ ഉള്ളൂ. ഇത് കായതീർത്ഥം കൊണ്ട് സേവിക്കാൻ പറ്റുമോ? അങ്ങനെ കഴിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ. ഇങ്ങനെ സേവിക്കാൻ പറ്റില്ല. പിന്നെ ഈ ഭാഗം കൊണ്ട് കഴിക്കാൻ പറ്റില്ല. ഇതാണ് പിതൃതീർത്ഥം. പിണ്ണൊക്കെ വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയല്ല വെക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ ഇങ്ങനെയാണ് അല്ലേ? പിണ്ണൊക്കെ വയ്ക്കുന്ന ശാസ്ത്രം കൂടുമ്പോൾ പിണ്ണം വയ്ക്കുക ഇങ്ങനെയാണ്. അപ്പോൾ 4 തീർത്ഥം നമ്മുടെ കയ്യിലുണ്ട്. എപ്പോഴും ഓർമ്മ ഉണ്ടാവണം കേട്ടോ ഇതൊക്കെ. അപ്പോൾ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ തീർത്ഥം സേവിക്കുമ്പോഴെല്ലാം അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഇവിടുന്ന് തരണത് പ്രസാദമാണ്. ഈ ഭാഗവതം കേട്ടിട്ടുണ്ടാക്കുന്ന ആഹാരമാണ് അവിടെ അല്ലേ? അതുകൊണ്ട് അത് പ്രസാദമാണ്. അപ്പോൾ ആ പ്രസാദം കഴിക്കുമ്പോഴും കിട്ടിയ വഴി ഒഴുങ്ങിയല്ല വേണ്ടത്. അച്യുതാനന്ദ ഗോവിന്ദ. അത് രാവിലെ ഉപ്പുമാവ് കഴിക്കുകയാണെങ്കിൽ അത് തന്നെ വേണം. അച്യുതാനന്ദ ഗോവിന്ദ. ആർക്ക് സമർപ്പിക്കണം? അതൊക്കെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് വേണം. ഇവിടെ മഹാദേവനും അച്യുതാനന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് അതങ്ങോട്ട് സേവിച്ചപ്പോൾ കണ്ഠത്തിൽ വരെ വന്നോളൂ. യക്ഷകാരേ ഗളേ നീലം തച്ചസാധോ വിഭൂഷണം. ഭഗവാന്റെ കണ്ഠത്തിൽ നല്ലൊരു പാടായിട്ട് മാറി എന്നാണ്. നീലകണ്ഠ. ആ നീലകണ്ഠൻ എന്നൊരു പേര് ശ്രീകണ്ഠൻ എന്നൊരു പേര് വന്നു. അപ്പോൾ ആ ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീയെ കണ്ഠത്തിൽ ധരിച്ചവൻ അല്ലേ? അപ്പോൾ ശ്രീ എന്നുള്ള വാക്കിന് എന്തർത്ഥം വന്നു? വിഷം എന്നർത്ഥം വന്നു. ഇപ്പോൾ ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്ന് പേര് പറയും, ലക്ഷ്മി എന്ന് പേര് പറയും. ഇങ്ങനെയൊക്കെ പണ്ട് എഴുതുമ്പോൾ അങ്ങനെയാണ്. ശ്രീമാൻ, ശ്രീമതി, ശ്രീ, സർവശ്രീ ഒക്കെ എഴുതുന്നത് അല്ലേ? ഇന്നിപ്പോൾ ഒരു ശ്രീ ഇല്ലാണ്ടേ എഴുത്തില്ലാത്തതുകൊണ്ട് അതൊന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ശ്രീ? അത് ഐശ്വര്യമാണെങ്കിൽ മഹാദേവൻ കഴിച്ചപ്പോഴേക്കും അതിൻ്റെ പേരെന്തായി? അത് വിഷമായിട്ട് മാറി. അതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത. ഓരോ വാക്കും ആ സന്ദർഭത്തിനനുസരിച്ച് അതിന് അർത്ഥത്തിന് വ്യത്യാസം വരും. അപ്പോൾ ആ പദാർത്ഥം പഠിച്ചാൽ പോരാ, ഭാവാർത്ഥം പഠിക്കണം എന്ന് പറയും. അതാത് സ്ഥലത്ത് ആ പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭാവത്തിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ആ ശ്രീകണ്ഠനായിട്ട് മാറി മഹാദേവൻ. അങ്ങനെ ദേവന്മാരെല്ലാം ഇപ്പോൾ ഭാഗവതം അല്ലെങ്കിൽ ഭഗവാൻ കാണിച്ചു തരിക മാനവസേവ മാധവസേവ. ഭഗവാന് സന്തോഷമാവാൻ വേണ്ടിയിട്ടാണ് മഹാദേവൻ വിഷം കഴിച്ചത്. അപ്പോൾ അതിനുവേണ്ടി ലോകത്തിലെ സകല ജീവരാശികൾക്ക് നന്മ ഉണ്ടാവണേ എന്നുള്ള മോഹത്തോടുകൂടി കഴിക്കുമ്പോൾ അത് ഗുരുവായൂരപ്പൻ ഇഷ്ടമായി എന്നാണ്. വേഗം വീണ്ടും പാലാഴി കടയുമ്പോൾ ആ കാമധേനു, അതേപോലെ ഉച്ചൈശ്രവസ്, പാരിജാതം, കൗസ്തുഭം, ഇങ്ങനെ ഓരോരോ വിശേഷപ്പെട്ട സാധനങ്ങൾ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി. 7ാമതായിട്ട് ശ്രീരമ ഭഗവത്പര, സാക്ഷാൽ മഹാലക്ഷ്മി താമരപ്പൂവുമായിട്ട് താമരമാലയായിട്ട് ഉയർന്നു വന്നപ്പോൾ എല്ലാവരും ആ മഹാലക്ഷ്മി അങ്ങോട്ട് കണ്ടപ്പോൾ എല്ലാവരും പാലാഴി കടയണതൊക്കെ നിർത്തിവെച്ചു. ഇനി ഇവളുടെ ജാതകമൊക്കെ നോക്കിയിട്ടാവാം ഇനി അടുത്ത കാര്യം എന്ന് വിചാരിച്ചു. അന്ന് അത് ഇന്നും അതെ. വേഗം തന്നെ എല്ലാവരും തീരുമാനിച്ചു. അത്ര ചെന്ന് ചോദിച്ചു, നിന്നെ എനിക്കിഷ്ടമായി, അതുകൊണ്ട് ആ മാല എൻ്റെ കഴുത്തിൽ നമ്മൾ ഇട്ടാൽ തരക്കേട് ചെയ്യുന്ന ആരൊക്കെ ചെന്നെന്നറിയോ? ദുർവാസാവ് വരെ ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ മഹാലക്ഷ്മി ഇങ്ങനെ നോക്കും. അത്ര അദ്ദേഹത്തിൻ്റെ ഓരോരുത്തരുടെയും അടുത്ത് ചെല്ലും മഹാലക്ഷ്മി മാലയായിട്ട്. അവരുടെ എല്ലാ ബയോഡാറ്റയും നോക്കുമ്പോൾ ഒരു ഗുണമില്ല. അത്ര കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലുമൊക്കെ ദോഷം ഉണ്ടാവും. അപ്പോൾ ദോഷമില്ലാത്ത ആരെയും കണ്ടില്ല. മഹാലക്ഷ്മി പറഞ്ഞു, എനിക്ക് ആരും നിങ്ങളെ ആരും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ സമുദ്രത്തിലേക്ക് നോക്കി അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. അത്ര ഒരാൾ ആരാണെന്ന് ചോദിക്കാനില്ല. അകത്തിരിക്കുന്ന ആൾ വേഗം ചെന്നിട്ട് പിന്നെയും കൂടെ ചെന്ന് കഴുത്തിൽ മാലയിട്ടു. ഭഗവാൻ ചോദിച്ചു, നീ എന്തിനാ എൻ്റെ കഴുത്തിൽ മാലയിട്ടത്? എനിക്ക് എൻ്റെ കണ്ണം മാത്രം മതി, മറ്റൊരെണ്ണത്തിന് ഇത്രയും ഗുണങ്ങളില്ല എന്നാണ്. അതിനെ ആർക്ക് വേണ്ടാന്ന് വെക്കണോ അവരുടെ കൂടെയാണ് ഞാൻ. നമ്മൾ പോകുന്നത് ആരുടെ പിന്നാലെയാണ്? ഈ മഹാലക്ഷ്മിയുടെ പിന്നാലെയാണ് അല്ലേ? എവിടെ ചെന്നാലും മഹാലക്ഷ്മിയെ പൂജിക്കുക. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രേതാഹസ്തേ മഹാലക്ഷ്മി നമോസ്തേ. കാശ് ഇങ്ങോട്ട് പോന്നോട്ടെ എന്നാണ് നമ്മുടെ ധാരണ. അപ്പോൾ ഇത് നേരെ തിരിച്ചാണ്. അതെപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നുണ്ടോ അപ്പം മഹാലക്ഷ്മി നമ്മളെ കൂടെ വരുന്നതാണ്. അതിനെ മോഹിച്ചാൽ അത് നമ്മളെ വിട്ടു പോകും. അത് ഭാഗവതം നമ്മളോട് പറയാം. അങ്ങനെ ഭഗവാനോട് കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ മതി. പ്രത്യേക മഹാലക്ഷ്മിയെ സ്തുതിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഗുരുവായൂരപ്പനെയാണോ ഭജിക്കുന്നത്? ഗുരുവായൂരപ്പൻ്റെ മാകുടത്തിൽ ആരുണ്ട്? സദാസമയത്തും ലക്ഷ്മി നാരായണ മൂർത്തിയാണ് ഈ ശ്രീലകത്ത് ഭഗവാൻ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കുന്നു പറയാം. അത് കഴിഞ്ഞപ്പോൾ
വാരുണി മദ്യവുമായിട്ട് ഒരു സ്ത്രീ പൊങ്ങി വന്നു. കുടത്തിൽ വരണ കണ്ട സമയത്ത് അസുരന്മാർ വിചാരിച്ചു എന്തെങ്കിലും വിദേശിയായിരിക്കും എന്ന് വിചാരിച്ചു വേഗം അത് കൊണ്ടുപോയി കഴിച്ചു നോക്കിയപ്പോൾ തലക്കേടില്ല. നല്ല സ്വയംഭൻ സാധനം എന്നൊക്കെ പടിഞ്ഞാറൻ ഭാഷയിൽ പറയാറുണ്ട്. അതേപോലെ നല്ലൊരു സാധനമാണ് അത്ര. കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് കിക്കായിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇനി കുടത്തിൽ വരുന്നതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും ധന്വന്തിരി വിധിഭ്യാത ആയുർവേദ ധൃതിക്യഭാഗ് സാക്ഷാൽ ഭഗവാൻ ധന്വന്തിരി സ്വരൂപമായിട്ട് അമൃതം കലശേവഹൻ കലാഭ്യാം അമൃത കലശവുമായിട്ട് ധന്വന്തിരി മൂർത്തിയായിട്ട് ഈ ഭഗവാൻ ഉയർന്നങ്ങടെ വന്നു. ദേവന്മാരെല്ലാം ആനന്ദത്തോടുകൂടി സന്തോഷിച്ചിരിക്കുമ്പോഴേക്കും അസുരന്മാർ വിചാരിച്ചു നേരത്തെ കുടത്തിൽ വന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാൽ പിന്നെ ഇതും കൂടി ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ഭഗവാന്റെ കയ്യിൽ നിന്ന് തന്നെ അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. ദേവന്മാർക്ക് ആകെ വിഷമമായപ്പോൾ ഭഗവാൻ പറഞ്ഞ് വിഷമിക്കേണ്ട, അവരെ പറ്റിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വേഗം ഭഗവാൻ എന്ത് ചെയ്തു, തൻ്റെ പീഠത്തിനും കൂടി അഴിച്ചു വെച്ചു. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഉത്തരീയം ഒന്ന് മാടി ചുറ്റോട് കൂടി യോഷിരൂപമനുദ്ദേശം ഗതാര പരമാത്ഭുതം നല്ലൊരു മോഹിനി രൂപിയായിട്ട് മാറി. എത്ര പെട്ടെന്നാണ് മോഹിനി സ്വരൂപമായിട്ട് ഭഗവാൻ മാറിയത്. അങ്ങോട്ട് ചെന്നു അത്ര പ്രസാദം കിട്ടിയിട്ടും കഴിക്കാൻ പറ്റാതെ കൊണ്ട് ഞാൻ മുമ്പിൽ ഞാൻ വിളമ്പാമെന്ന് തമ്മിൽ തല്ലി നിൽക്കുന്ന അവരുടെ അടുത്തേക്ക് നാണം കുണിക്കൊണ്ടാണ് അത്ര ഭഗവാന്റെ വരവ്. നല്ലൊരു പെൺകുട്ടി, ഒരു സുന്ദരി കുട്ടി അങ്ങോട്ട് കണ്ടപ്പോൾ അവർ വേഗം അമൃത കലശമൊക്കെ അവിടെ വച്ചു. കാത്തും പഞ്ചപരാസാക്ഷി പുരോവാക്യം ചികേഷസി, നിൻ്റെ അച്ഛനാരാ, നിൻ്റെ അമ്മയാരാ, നിൻ്റെ ഏത് ഗോത്രത്തിലാണ് വന്നത്, നിൻ്റെ ഏത് കൊളയിലാണ് പഠിച്ചത് എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. നിൻ്റെ ജാതകം വല്ലതും കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു എനിക്കിതൊന്നും ചോദിച്ചാൽ അറിയില്ല, ഏത് ഗോത്ര, എൻ്റെ അച്ഛനും അമ്മയും ആരും ഇതൊന്നും എനിക്കറിയില്ല. നിങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാർ എന്നെപ്പോലുള്ളവരെ വിശ്വസിക്കാറും പതിവില്ല എന്ന് പറഞ്ഞു അത്ര. ഇതങ്ങോട്ട് കേട്ടപ്പോൾ അവരെയൊക്കെ പണ്ഡിതന്മാരെന്ന് വിളിച്ചപ്പോൾ ഇന്നേ ഒരു സ്കൂളിൻ്റെ പണി കാണാത്ത പാർട്ടികളാണ്. അവരെയൊക്കെ പണ്ഡിതന്മാരെന്ന് വിളിച്ചപ്പോൾ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞപ്പോൾ എല്ലാം മറന്നുപോയി. വേഗം പറഞ്ഞു ഞങ്ങൾക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്, അതൊന്ന് വിളമ്പി തരുമെന്നാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു എനിക്ക് വിളമ്പി ശീലമൊന്നും ഇല്ലാട്ടോ, ഇന്നേ വരെ ഞാൻ അടുക്കള കയറിയിട്ടില്ല. അന്നത്തെ കുട്ടികളെ എപ്പോലെയാണ് അടുക്കള കയറ്റിയിട്ടുമില്ല, വിളമ്പാന്ന് പറയുക കഴിക്കാമെന്ന് പറഞ്ഞോളാം. അതേപോലെ ഒരു ആയിരപ്പണം പറഞ്ഞത്ര എനിക്ക് വിളമ്പിയൊന്നും ശീലമില്ല കേട്ടോ, അതുകൊണ്ട് തവി എടുത്തൊന്നും ശീലമില്ലാത്ത കാരണം ചിലവർക്ക് കിട്ടും ചിലവർക്ക് കിട്ടില്ല എന്നാണ്. ഇങ്ങനെയാണ് ഒരു ഗുരുനാഥൻ ഒരിക്കൽ ഇതേപോലെ സത്സംഗമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവർക്കും പ്രസാദം കൊടുക്കുമെന്ന് പറഞ്ഞു. ശിഷ്യൻ ചോദിച്ചു ഗുരുനാഥ നമ്മൾ കൊടുക്കുമ്പോഴെ കൊടുക്കണം, ഗുരുവായൂരപ്പം കൊടുക്കുമ്പോഴെ കൊടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു ഗുരുവായൂരപ്പം കൊടുക്കുമ്പോൾ എല്ലാവർക്കും പ്രസാദം കൊടുക്കുമെന്ന് പറഞ്ഞു. വേഗം ഇയാൾ എന്ത് ചെയ്യും, ഒരാൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും, ചിലർക്ക് ഇത്തിരി കൊടുക്കും, ചിലർക്ക് കൊടുക്കില്ല, ചിലവർ കഴിക്കാൻ വായിലേക്ക് കൊണ്ടുപോയി ഒറ്റ തട്ട് വെച്ച് കൊടുക്കും. ഇങ്ങനെ അടിപിടി ബഹളം അത്ര. എല്ലാവരും കൂടെ വന്നിട്ട് ഗുരുനാഥനോട് പറഞ്ഞു ഇയാൾ ഇങ്ങനെ പ്രസാദം തരണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇനി സത്സംഗത്തിൽ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുനാഥൻ ചോദിച്ചു നീ എന്താ കാണിച്ചത്, എല്ലാവർക്കും കൊടുക്കണ്ടേ ഒരുപോലെ? അപ്പം ഞാൻ ഗുരുനാഥനോട് ചോദിച്ചില്ലേ നമ്മൾ കൊടുക്കും പോലെയാണ് കൊടുക്കുന്നത്, ഗുരുവായൂരപ്പം കൊടുക്കും പോലെയാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഗുരുവായൂരപ്പം കൊടുക്കും പോലെ കൊടുക്കാൻ പറഞ്ഞില്ലേ, ഭഗവാൻ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കാറുണ്ടോ? അതൊന്നുമില്ല, ചിലവർക്ക് കൂടുതൽ കൊടുക്കും, ചിലവർക്ക് അല്പം കൊടുക്കുള്ളൂ, ചിലവർക്ക് ഒട്ടും കൊടുക്കില്ല, ചിലവർ കഴിക്കാതിരിക്കുമ്പോൾ അടി വെച്ച് കൊടുക്കും, അത് തട്ടി തീർപ്പിക്കും. അങ്ങനെയല്ലേ അവിടുത്തെ രീതി, അങ്ങനെയല്ലേ ഗുരുനാഥൻ ഗുരുവായൂരപ്പം കൊടുക്കണത് ഗുരുനാഥ, അതുപോലെ ഞാൻ കൊടുത്തത് എന്ന് പറഞ്ഞു. ഗുരുനാഥൻ വേഗം ശിഷ്യൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി നീ ഗുരു ഞാൻ ശിഷ്യൻ എന്ന് പറഞ്ഞത്ര. കാരണം എൻ്റെ കണ്ണ് തുറപ്പിച്ചുകൂടാണ്. ഭഗവാൻ എല്ലാവർക്കും ഒരേപോലെ എല്ലാം അനുഗ്രഹിക്കുക അല്ലേ, അവരവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കും അനുഗ്രഹം കൊടുക്കുക. പാത്രം അറിഞ്ഞാൽ ഭഗവാൻ വിളമ്പുക അല്ലേ, എല്ലാവർക്കും ഒരുപോലെ കൊടുത്താൽ എന്തായിരിക്കും, അത് പറ്റില്ല. കൊച്ചുകുട്ടിക്ക് നമുക്ക് ഒരേപോലെ ആഹാരം തന്നാൽ മതിയോ, കുഞ്ഞിന് കൊടുക്കുന്ന പോലെ നമുക്ക് തന്നാൽ നമ്മൾ പറയും ഇതെന്താ ഇപ്പം ഇങ്ങനെ എന്ന് ചോദിക്കും, നമുക്ക് പറ്റില്ല. നമുക്ക് തരുന്ന പോലെ കുട്ടിക്ക് കൊടുത്താൽ ശരിയാവോ, അതും പറ്റില്ല. അതൊക്കെ അറിയണം ആളാരേ ഉള്ളൂ, ഭഗവാനേ ഉള്ളൂ എന്നാണ്. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞു എനിക്ക് വിളമ്പി കൊടുക്കാനെന്ന് അറിഞ്ഞൂടാട്ടോ, എന്നാലും ഞാൻ നോക്കാം. ദേവന്മാരെയും അസുരന്മാരെയും വിരുത്തിക്കൊണ്ട് അവരോട് പറഞ്ഞു കണ്ണടച്ച് വായ ഒഴിച്ചു, എല്ലാവർക്കും വായിലേക്ക് ഒഴിച്ചു തരാം, അല്ലാണ്ട് നിങ്ങളുടെ കണ്ണൊക്കെ കണ്ടാൽ എനിക്ക് പേടിയാവുന്നു പറഞ്ഞു. കണ്ണ് മുഴിച്ചിരിക്കുക, നേത്രയിച്ച പീത്വാന്ന് കണ്ണുകൊണ്ടൊക്കെ അതുകൊണ്ടും ഭഗവാന്റെ ആ സ്വരൂപത്തിനെ സൗന്ദര്യാമൃതം ഇങ്ങനെ കോരി കുടിക്കുകയാണ് അത്ര അവർ. ഭഗവാന്റെ കാഴ്ചയിലുമ്പിൻ്റെ ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ ആനന്ദത്തോടു കൂടി അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ അവരുടെ ഇടയിൽ കൂടി ആ കലശവും കൊണ്ട് അങ്ങനെ പല പ്രാവശ്യം നടന്നു. അരമണികളും കിങ്ങിണികളും ഒക്കെ അങ്ങനെ കിലുക്കിക്കൊണ്ട് നടക്കുമ്പോൾ എല്ലാം മറന്നവർ ആനന്ദത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ആശ്രയിച്ച ദേവന്മാർക്കെല്ലാം ഭഗവാൻ വിളമ്പി കൊടുത്തു. അതിൻ്റെ ഇടയിൽ സ്വർഭാനു എന്നൊരു അസുരൻ മാത്രം എത്ര നേരമായി വായ പൊളിച്ചിരിക്കുന്നു, എൻ്റെ ഇപ്പോൾ വായിലേക്ക് തരാത്തതെന്നുള്ള മട്ടിൽ വായ പൊളിച്ച് നോക്കിയപ്പോൾ ആ ദേവന്മാർക്ക് വിളമ്പി കൊടുക്കുന്ന ഭഗവത് സ്വരൂപത്തിനെ കണ്ടു. വേഗം ആ
സൂര്യചന്ദ്രന്മാരുടെ നടുക്ക് പോയിരുന്നു. പ്രസാദം കഴിക്കുകയും ചെയ്തു. കഴിക്കണ കണ്ടപ്പോൾ തോന്നി ഇയാൾ ഇതേ ഒരു അമ്പലത്തിൽ വന്നിട്ടുമില്ല, പ്രസാദം കഴിച്ചിട്ടുമില്ല എന്ന ശീലം. അല്ലെ, എത്ര മധുരമൊക്കെ കിട്ടിയാൽ നമ്മൾ ചെയ്യാറില്ലേ? കിട്ടണ ഒഴിക്കുന്ന ഒരൊറ്റ നക്കാണ്. അമ്പലത്തിൽ വെച്ച് നക്കാൻ പാടില്ല എന്ന നിയമമാണ്. നക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കൊണ്ട് നടക്കുക. ആരുടെ പഠിച്ചിട്ടപ്പോൾ തുടക്കേണ്ടതാണ്. നമ്മൾ മുമ്പിൽ തിരക്കുണ്ടെങ്കിൽ പറയാൻ വേണ്ട, അയാളുടെ സാരിയും ഉടുപ്പുമോ തുടച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങോട്ട് തുണി കിട്ടിയേക്കണമെന്ന് സുഖമാണ് തുടയ്ക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ ചെയ്തു പോകും. പ്രസാദം കഴിക്കുന്നതിനൊക്കെ എന്ത് വേണമെന്നറിയോ? അതിനൊക്കെ ചില നിയമങ്ങളുണ്ട്. അമ്പലത്തിൽ വന്നാൽ പഴമൊക്കെ കടിച്ച് തിന്നാൻ പാടില്ല. ഇങ്ങനെ എന്ത് തന്നാലും കടിച്ച് തിന്നാം. ബിസ്ക്കറ്റൊക്കെ കിട്ടിയാൽ കടിച്ച് തിന്നാം. അതൊന്നും അമ്പലത്തിൽ പാടില്ല എന്നാണ്. ഇപ്പോൾ ക്ഷേത്ര സംസ്കാരം പഠിക്കാനുണ്ട് ഹിന്ദുക്കളെ. നമുക്കറിയില്ലാത്ത ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? നമ്മൾ ക്ഷേത്ര സംസ്കാരത്തിൽ വളരുന്നവരാണ് ഹിന്ദുക്കളൊക്കെ. ഇപ്പം നമ്മൾ മറ്റു മതസ്ഥരെ കണ്ടുപിടിച്ച കാരണം ആ സംസ്കാരം നമ്മളിലേക്ക് വന്നു. ഇപ്പോൾ ക്ഷേത്ര സംസ്കാരം നമ്മൾ ഇന്ന് പോയതാണ്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. സപ്താഹത്തിൽ എന്ന് പറയാൻ പറ്റില്ല, അല്ലാണ്ടാവുമ്പോഴേ നമുക്ക് ക്ഷേത്ര സംസ്കാരം എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ അത്രയും ഗഹനമായിട്ടുള്ളൊരു വിഷയമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ. നിസ്സാരമല്ല എന്നർത്ഥം. അപ്പോൾ ഇത് കഴിക്കണ കണ്ടപ്പോൾ മനസ്സിലായി ഭഗവാൻ തൻ്റെ സുദർശനം കൊണ്ട് അവൻ്റെ കഴുത്ത് മുറിച്ചു. അതോടുകൂടി രാഹുകേതുക്കളായിട്ട് മാറി. പിന്നെ ആ യുദ്ധത്തിൽ ദേവന്മാരിൽ എല്ലാവരെയും അനുഗ്രഹിച്ചു ഭഗവാൻ. തന്നെ ആശ്രയിച്ചതായിരിക്കുന്ന ബലിമുള്ളായിട്ടുള്ള അസുരന്മാരെയും ഭഗവാൻ അനുഗ്രഹിച്ചു. മറ്റുള്ളവരെയൊക്കെ കാലനിയമമുള്ളായിട്ടുള്ളവരെയൊക്കെ വധിച്ചുകൊണ്ട് അമൃത് വീണ്ടെടുത്ത് കൊടുത്തു എന്ന് പറയുകയാണ്. ഭാഗവതം നമ്മളോട് പറയണു, ഈ അമൃത് എന്താണ്? ഒരിക്കലും നശിക്കാത്തതായിരിക്കുന്ന ജ്ഞാനം. അത് കിട്ടണമെങ്കിൽ വെറുതെ കിട്ടില്ല, അത്രയും കഷ്ടപ്പാടുണ്ട്. എപ്പം നമ്മുടെ ഉള്ളിലെ ജ്ഞാനം പ്രകാശിക്കണോ, നമ്മളെ അറിയണോ, നമ്മൾ ആ സമയത്ത് നമുക്ക് എല്ലാ തേജസ്സും എല്ലാ ശൈത്യവും നമുക്കുണ്ടാവണോ. എപ്പം നമ്മൾ അലസതയും മടിയും നമ്മുടെ കൂടെ വരണോ, ആ സമയം തന്നെ ഈ ശൈത്യം നമ്മളിൽ നിന്ന് പോയി മറിയും. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ അറിയാൻ ശ്രമിക്കണം, എന്നും പഠിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. നമ്മളെന്നും വിദ്യാർത്ഥികൾ തന്നെയാണ്, എന്നും പഠിച്ചുകൊണ്ടിരിക്കുക. എത്ര പ്രായമായാലും അത് മതി. നമുക്ക് അമൃതം നേടാൻ നമുക്ക് സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന് കണ്ണനും വിദ്യ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പൊൻചീലം പൂക്കൾ കാൽക്കളിയിലിട്ടു കൈയിലോടക്കുഴലുമായി കോമള ബാലരൂപനായിത കണ്ണരുണ്ണിയൊരുങ്ങിയോ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഭംഗിയായ ഹരിമാവണിഞ്ഞു വടക്കോട്ടു വാലുവച്ചതാം ആവണ പലകപ്പുറത്തിരുന്നുണ്ണിക്കണ്ണ മാമുന്നണി. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. നാക്കില വയ്ക്കാം കീറിത്താഴയും മുന്നിലായി ഗണേശനും ഭദ്രദീപം കൊളുത്തി വയ്ക്കാം ഞാൻ കണ്ണരുണ്ണി മാമുണ്ണടേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ചെമ്പാവിൻ്റെ നൂറുങ്ങരിച്ചോറ് രണ്ടു പേർക്കും വിളമ്പാം ഞാൻ. ചോറും നെയ്യും പരിപ്പുമൊപ്പമായി കണ്ണറുണ്ണി മാമുണ്ണളേ.
വെളുത്തിടും നിന്നോട് കണ്ണറുണ്ണി മാമുണ്ണളേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഭക്തരുള്ളഴിഞ്ഞർത്ഥന ചെയ്യ തള്ളുവാനൊട്ടുമാകാതെ ഒട്ടു തൂവിയും ഒട്ടു ശേഷിച്ചും കണ്ണി മാമുണ്ടല്ലോ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ സന്തോഷം കൊണ്ടു ഞാൻ വലഞ്ഞല്ലോ ഭക്തിയാൽ രോമാഞ്ചത്തിനായി എന്തു ചെയ്യണ്ടു എന്നറിയില്ല മുന്നിൽ നിന്നും നീ പോവല്ലേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഉച്ചയ്ക്ക് ശേഷം മത്സ്യാവതാരം, അതുപോലെ അംബരീഷിൻ്റെ ചരിത്രം, ശ്രീരാമാവതാരം, പരശുരാമാവതാരം, ബലരാമാവതാരം ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം 5:45 ആകുമ്പോഴേക്കും കൃഷ്ണാവതാരം എത്തുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. കൃഷ്ണാവതാരത്തിന് പാല്, പഴം, വെണ്ണ, പഞ്ചസാര, പട്ടുപാണകം, തുളസിമാലകൾ, നെയ്വിളക്കുകൾ, നഖപ്പറകൾ എല്ലാം സമർപ്പിക്കാം. മിഠായിയോ എന്താ കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചാൽ എല്ലാം കൊണ്ടുവരാം. കൃഷ്ണാവതാരം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിർത്താം. അതുപോലെ ഇവിടെ പൂജിക്കുന്ന ഒരു വിഗ്രഹമുണ്ട്, കൃഷ്ണൻ്റെ വിഗ്രഹം. അത് അവസാനത്തെ ദിവസം ആർക്കാണ് ഭാഗ്യം എന്നറിയില്ല. 50 രൂപയുടെ ടോക്കൺ എടുത്താൽ മതി. അവർക്ക് ആർക്കാണെന്ന് വെച്ചാൽ മക്കിട്ട് കിട്ടുന്നവർക്ക് ആ കൃഷ്ണനെയും കിട്ടും. അത് എല്ലാവരും അതിലും പങ്കുചേരണം.